നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാൻ യോഗമുള്ളൊരു മാസമാണ്. എന്നാൽ വീട് വിട്ട് അന്യദേശത്ത് നിന്നും തൊഴിലെടുക്കുന്നവർക്ക് കർമ്മസംബന്ധമായിട്ട് അനുകൂലമായ ഗുണഫലങ്ങൾക്ക് ഈ കൂടി യോഗമുള്ള സമയമാണ്. ഉച്ചബലവാനായിട്ട് പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്ത് 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കർമാധിപതിയും പൂർവ്വ പുണ്യ സ്ഥാനാധിപത്യം വഹിച്ചിട്ടാണ് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട്. ജോലിയുടെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണമനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. പുതിയ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല നടു മുതൽ മുട്ട് വരെയുള്ള ഭാഗത്തുള്ള വേദന വിഷമങ്ങൾ, അതുപോലെ തന്നെ കണ്ട ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ, നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനായിട്ട് സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ കാരണം സംസാരം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുന്ന കേൾക്കാനിട വരിക. സ്ത്രീ സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ധനനഷ്ടം വരെ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവാധീനം കൂടി ഇല്ലാത്തത് കാരണം കൊണ്ട് വർദ്ധിക്കാനും അതുകൊണ്ടൊക്കെ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനും യോഗമുണ്ട്. എന്നാൽ ദാമ്പത്യ സുഖം അനുഭവിക്കാനും ഭാര്യ വീട്ടുകാരിൽ നിന്നും ഭാഗ്യങ്ങൾ അനുഭവിക്കാനും അവരിൽ നിന്നും സാമ്പത്തികമായ നേട്ടങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു സമയമാണ്. ഭാര്യയ്ക്ക് കുറച്ച് ദേഷ്യവും എടുത്തിയായിട്ടൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ടെങ്കിലും ദാമ്പത്യ സുഖം ഉള്ള ഒരു മാസമായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് വ്യാഴപ്രീതി വരുത്തണം. കാരണം 12-ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകും. 12-ാം ഭാവാധിപതിയാണെങ്കിൽ അഷ്ടമത്തിൽ പോയി നിൽക്കുകയും കൂടി ചെയ്യുന്നു. അപ്പോൾ സർവപ്രണാശവും വിപത്തോപവാദവും എന്ന് പറയുന്നൊരു യോഗമാണ് വരുന്നത്. മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുക. കാരണം ബുധൻ അഷ്ടമത്തിൽ നിന്നാൽ അത് കീർത്തി കേൾക്കാനുള്ള യോഗമാണ്. പക്ഷേ ദൈവാധീനം ഇല്ലാത്തത് കാരണം കൊണ്ടും ഇഷ്ടഗ്രഹങ്ങളുടെ അനിഷ്ടഭാവസ്ഥിതി കൊണ്ടും അത് ദുഷ്കീർത്തി പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അത് കാരണം കൊണ്ട് ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം. നാഗപൂജ ചെയ്യണം. ഗണപതി ഹോമം ചെയ്യണം. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾക്ക് ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. അതേപോലെ തന്നെ കർമ്മസ്ഥാനത്ത് ശനി കർമാധിപതി നിവൃത്തി സ്ഥാനത്ത് ഉച്ചബലവാനാണെങ്കിലും 21-ാം തീയതി ഫെബ്രുവരി 21-ന് അത് അഷ്ടമത്തിലേക്ക് മാറും. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ആ സമയത്ത് നടുവേദന പോലെയുള്ള രോഗങ്ങൾക്ക് യോഗമുണ്ട്. വാഹന സംബന്ധമായിട്ട് യാത്ര, പ്രത്യേകിച്ചും 2 വീലർ യാത്രയൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ യോഗമുള്ള സമയമാണ്. സമയം അത്ര നന്നല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് സ്വയം പരമാവധി ആവശ്യമില്ലാത്ത യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കണം. അതായത് നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അത് കാരണം സംസാരവും വളരെ ശ്രദ്ധിക്കണം. കാരണം നിപുണായോഗം ചെയ്തിട്ട് ആയത്തിനും ബുധനും അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സംസാരം കൊണ്ട് തന്നെ പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അത് കാരണം നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ല പ്രാർത്ഥന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.